അതേ കണ്ട നൈസ് ലാൻഡിങ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മുടെ കനേഡിയൻ കാട്ടുവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ ലോങ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും കൂടെ വീഡിയോ കാരണം എന്ന് വെച്ചാൽ ഇത് November 1 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ഇതൊന്നും പറഞ്ഞ് ശീലമില്ലാത്ത സാധനങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് ഇന്നലെ ഒരു വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് 4 മണിയായപ്പോഴേ ഇറങ്ങി. എന്ന് വെച്ചാൽ 3 മണിയായപ്പോൾ പെട്ടെന്നൊരു അപ്പം ഇരുന്ന് ബോറടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവാം, ഓക്കെ ഇന്നടത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് 4 മണിയായപ്പോഴത്തേനും നമ്മൾ വണ്ടി എടുത്തു. അങ്ങനെ എല്ലാ സാധനവും വാരിക്കൂട്ടി എന്തൊക്കെ എടുത്തു എന്ന് പോലും നമുക്കറിയത്തില്ല. ഓൾറെഡി നമ്മൾ പോയിട്ട് വന്ന് ഏറെക്കുറെ സാധനങ്ങളൊക്കെ നമ്മുടെ പെട്ടിക്കകത്ത് തന്നെ അങ്ങനെ സെറ്റായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വാരിക്കൂട്ടി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോന്നു. അപ്പം ഇത് അൽഗോക്വീനാണ്, ഇവിടുത്തെ പ്രൊവിൻഷ്യൽ പാർക്കാണ്. ഒൻറ്റാരിയോയിലെ ഒരു ഫേമസ് പ്രൊവിൻഷ്യൽ പാർക്കാണ്. അപ്പം ഇവിടെ നമുക്ക് കുറേ ഓർമ്മകളുണ്ട്. കാരണം ഇതേ സൈറ്റിൽ ഇത് മ്യൂലേക്കിൽ തന്നെ നമ്മളൊരു 10-12 ടൈംസ് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ പല സ്ലോട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ 52 അല്ല 92 ആണ്. നമ്മുടെ നമ്പർ 92 ആണ്. അപ്പം അങ്ങനെ കുറേ സ്ലോട്ടുകളുണ്ട്. 200 സംതിങ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ഉണ്ട്. അതിൽ ക്യാമ്പർ വാൻ കൊണ്ടുവന്നിടാൻ പറ്റുന്ന ക്യാമ്പർ ഗ്രൗണ്ട് അങ്ങനെയുണ്ട്. അല്ലാതെ ടെൻ്റ് അടിക്കാൻ പറ്റുന്നതുണ്ട്. അതിൽ തന്നെ ഹൈഡ്രോ ഉണ്ട്, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നതുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ക്യാമ്പിങ് തുടങ്ങുന്നത് നമ്മുടെ മെർസിഡീസ് ഉണ്ടായിരുന്ന സമയത്ത് തൊട്ട് അതും കൊണ്ട് വേണമെങ്കിലും വരാൻ പറ്റുന്ന സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിൽ വരാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ സേഫാണ്. കാടിൻ്റെ നടുക്കാണ്. അത്യാവശ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ കരടിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ എപ്പോഴും അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. മറ്റേ ബെറീസ് ഉണ്ടാവുന്ന സമയത്ത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ കുറേ മറ്റേ ഇതുണ്ട്, ഫെനി ഫോക്സ് കാര്യങ്ങൾ. ഇന്നലെ രാത്രിയിലും വന്നു. ഞങ്ങളപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്മെല്ലടിച്ചിട്ടായിരിക്കും ഫെനിഫോക്സ് വരുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ കഴിഞ്ഞ വിൻ്ററിൽ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഫെനിഫോക്സ്, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം. ഫെനിഫോക്സ് വന്നിട്ട് നമ്മുടെ ഫുഡ് അടിച്ചു മാറ്റാൻ വേണ്ടി കുറേ നേരം ഒരു രക്ഷയില്ലായിരുന്നു. കുറേ നേരം കറങ്ങി നടക്കും. പക്ഷെ ഭയങ്കര ഭംഗിയായിട്ട് അതിനെ കാണാൻ ഒരു രക്ഷയില്ല. ഭയങ്കര സുന്ദരനായിട്ടായിരിക്കുന്നത്. ഭയങ്കര ചക്കുളു, നമുക്ക് പിടിച്ച് വളർത്താൻ തോന്നും അങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് വൈൻ എടുക്കട്ടെ? ബിയർ വേണ? കത്രികയുടെ അടുത്ത് അവൻ ഇരിക്കുന്നത്, മിക്കവാറും എന്നെ കടിക്കും. ഇനി അവൻ അടുത്തടുത്ത് വരും. വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയാലോ? ഫ്ലോക്കിക്ക് ഒരു കൂട്ടാണ് പറ്റിയ കൂട്ടം. ഒറ്റ കമ്മിനേ ഉള്ളൂ. എന്ത് വൃത്തിയാ, എന്ത് രസാ കാണാൻ. കൈ കണ്ട കറുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ അവനവിടെ ഇരുന്ന് നല്ല രസമായിരിക്കും. ആ ബ്രക്കോളിയാണ് നിനക്ക് ഇഷ്ടപ്പെടത്തില്ല. ഭയങ്കര രസമാണ് കാണാൻ. നല്ല കളറുമാണ്, ഭയങ്കര വൃത്തിയായിട്ട്. നമ്മൾ ഫുള്ള് കോമ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്ന പട്ടിക്കുട്ടിയില്ലേ, അതേപോലെ ഇരിക്കുന്നു. അത് എങ്ങനെ കോമ്പ് ചെയ്ത് ഈ കാട്ടിനകത്ത് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ അപ്പം നമുക്ക് കുറേ ഓർമ്മകൾ ഇവിടെയുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ക്യാമ്പ് ചെയ്തത് ഇവിടെയാണ്. അതും ഫസ്റ്റ് ക്യാമ്പിംഗ് എന്ന് പറയുന്നത് -6 ആയിരുന്നു. ഫീൽഡ്സിലേക്ക് ഏതാണ്ട് -10 or 12 എങ്ങാണ്ടായിരുന്നു. നമ്മൾ സമ്മർ ടെൻറ്റും കണ്ട് അമ്മാതിരി ഭ്രാന്ത്. ഒന്ന് ആലോചിച്ചൊക്കെ. അന്ന് നമുക്ക് ബോധമേ ഇല്ല. നമുക്ക് വിൻ്റർ ടെൻറ്റ് വേറെ കിട്ടും ഇവിടെ. അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹീറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ ഹീറ്ററൊന്നും അതിനകത്ത് വർക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ഫുൾ ഓപ്പണാണ്. അപ്പുറം ഇപ്പുറം എല്ലാം സമ്മർ ടെൻ്റ് അറിയാലോ, എല്ലായിടത്തും തന്നെ നെറ്റായിരിക്കും. അതിന് മേളിൽ കൂടെ ഒരു കവറിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഹീറ്റർ ഇട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ടെൻറ്റിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാറിനകത്ത് ഹീറ്റർ ഇട്ട് കിടക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് അതിനകത്ത് വന്ന് കിടക്കും, തണുത്ത് മരിച്ചിട്ട്.
അങ്ങനെ നമുക്ക് ആ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ നമ്മൾ അഡാപ്റ്റ് ആയിട്ടില്ലല്ലോ. അങ്ങനെ കുറേ ഓർമ്മകൾ. നമ്മൾ ഏത് വണ്ടി മാറുമ്പോഴും ടെൻ്റ് എടുക്കുമ്പോഴും ഒക്കെ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഇവിടെയാണ്. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഈ മ്യൂ ലേക്കിലും ഈ ഭാഗം, അതായത് അൽഗോൺക്വീനിൽ തന്നെ കുറേ ലൈക്ക് ഈ പ്രൊവിൻഷ്യൽ പാർക്കിൽ തന്നെ കുറേ ഇതേപോലെ ക്യാമ്പ് സൈറ്റുകളുണ്ട്. മ്യൂ ലേക്ക്, പിന്നെ എന്തായിരുന്നു, എന്തൊക്കെയുണ്ട് നമ്മളധികം പോയിട്ടില്ലാത്തതാണ് കൂടുതലും. ഇവിടെയാണ് സ്ഥിരം വരുന്നത്. അതുകൊണ്ട് ഇത് നല്ല ഓർമ്മയാണ് പേര്. അപ്പോൾ എല്ലാം കൂടെ നമ്മളൊരു 10-16 തവണ എങ്ങനെ പോയാലും നമ്മളിവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം. നമ്മൾ എന്താ പറയുക, ഇരുന്ന് ബോറടിച്ചപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനാണ്, പെട്ടെന്ന് വന്നതാണ്. വേറെ എവിടെയെങ്കിലും പോവാം എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് സ്ഥിരം അറിയുന്ന ഒരു സ്ഥലമാകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഈസി അല്ലേ, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വരാൻ വേണ്ടി. അപ്പം നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു, സ്ലോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോന്നു. അപ്പം ഇപ്പോൾ ഒരു 8-8:30 പതുക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. നമ്മുടെ ഹീറ്റർ ഇത് കണ്ട, ഇത് ഹീറ്റർ വരുന്നത് അതവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുവഴി ഹീറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഫീൽസ് ലൈക്ക് -1 ആണ്. 1 ആണ് നോർമൽ, ഫീൽസ് ലൈക്ക് -1 ആണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ തീയൊക്കെ ഇട്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 1 ഡിഗ്രി ആണ്, -1 ആണ് ഫീൽസ് ലൈക്ക്. അപ്പം തീയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് കാപ്പിയൊക്കെ കുടിച്ചിരിക്കാനുള്ള പ്ലാനാണ്. അങ്ങോട്ട് പോയാൽ നല്ല സൗണ്ടാണ്. ഇനി കാപ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിരിക്കാം. തീക്കടുത്തൊന്നും മാറാൻ പറ്റുമല്ലോ. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇറങ്ങിയതുകൊണ്ട് പ്രോപ്പർ ഗിയർ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഡ്രസ്സായാലും ജാക്കറ്റോ അതൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു സാധനം, ഈ സാധനം കൊണ്ട് വലിയ കാര്യമില്ല. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ നോക്കും, മറ്റേ ഇങ്ങനെ വര പോലെ വന്ന്. കാല് പൊള്ളുന്നുണ്ട്, പണ്ടാരം മുട്ട പൊള്ളുന്നുണ്ട്, പക്ഷെ ബാക്കിയൊക്കെ തണുക്കുന്നു. അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു വെള്ളത്തിനകത്ത്. അവൻ ഇങ്ങോട്ട് കയറി വരുവാ. ബാ കയറി വാ. വരുന്നില്ലേ? അവിടെ എന്തോ കാര്യമായിട്ട് തിന്നാൻ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ വൈകിട്ട് ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു, മറ്റേ ക്യാറ്റ് ഫിഷ് ഇഷ്ടം പോലെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇങ്ങോട്ട് വരുന്നു. ഇവൻ ഇത്ര പരിചയമാണോ? എന്നാടാ നിനക്ക് വേണ്ടേ? എൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ. എന്നാ കൊത്താ പരുത്തിയാണോ? കുറേ വെച്ചാലോ പിടിച്ച്. ഇഷ്ടം പോലെ മീനുണ്ട്. ചൂണ്ടയിട്ടാൽ നൈസ് സാധനത്തിനെ കിട്ടും. അവന്മാർ രാവിലെ ആകുമ്പോഴേ കരച്ചിൽ തുടങ്ങും. നല്ല രസമാണ്. നമ്മൾ കിടന്ന് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്ന സമയത്ത് ഇതിങ്ങളുടെ കരച്ചിലൊക്കെ നല്ല രസമാണ്. ഭയങ്കര മൂടാണ്. ഇടയ്ക്ക് കേൾക്കാം, നമ്മൾ കുറുക്കനൊക്കെ കരയുന്നൊക്കെ കേൾക്കാൻ പറ്റും. തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അവന്മാർ ഭയങ്കര അലമ്പായിരുന്നു ഇന്നലെ രാത്രിയിൽ. നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു അനുഭവം. ഞങ്ങൾ എന്നിട്ട് പാക്കുവാടനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് കിടത്തി ഉറക്കിയത് നിങ്ങളെ. അവനവിടെ എത്തി നോക്കിക്കൊണ്ട് നിൽക്കണം. എന്നാ നിനക്ക് പ്രശ്നം? എന്നാ വേണ്ടേ? എല്ലാവരും പോയി, നീ പോളില്ലേടാ? നീ ഇങ്ങോട്ട് വരുവാണോ?
നീ ഇങ്ങോട്ട് വരുവാണോ? എൻ്റെ ഒന്നും ഇല്ല. ആ, നീ ആളെയും കൂട്ടി വരുവാണോ? എന്നാ ഉദ്ദേശം? എന്നാ ഉദ്ദേശം? എൻ്റെ ഒന്നും ഇല്ലെന്നേ. പിടിച്ച് കറി വെക്കായിരുന്നു. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഓക്കെ, ഇവിടെ പെറുക്കി തിന്നാൻ എന്തൊക്കെയോ കിട്ടിയെന്ന് തോന്നുന്നു. ഫ്രൈ ചെയ്യാൻ പാകത്തിന് ടെംപ്റ്റിംഗ് ആയിട്ട് വന്ന് നിൽക്കണ അപ്പം ഉണ്ടോ? നിങ്ങൾക്ക് പേടിയില്ല? കാട്ടുതാറാവ്. പക്ഷെ നല്ല ഇണക്കം. നമ്മൾ വളർത്തുന്ന താറാവ് ഇങ്ങനെ വന്ന് നിൽക്കത്തില്ല. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. കുറച്ച് എഗ്ഗ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഹാമുണ്ട്. ഹാം നമ്മളിങ്ങനെ ക്യാൻ വാങ്ങിച്ചിട്ട് വരും. അപ്പം അത് ഇതിനകത്ത് ചെറിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രാമ്പിൾഡ് എഗ്ഗിനകത്ത് ഒരു ഫ്ലേവറും കൂടെ ആവുമല്ലോ, അങ്ങനെ. പിന്നെ കുറച്ച് പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ. നല്ല തീയുണ്ട് അടിയിൽ. ഞാൻ മാക്സിമം കുറച്ചിട്ടിരിക്കുക, എന്നിട്ടും കൂടെ പിടിക്കുന്ന അടിയിൽ. നമ്മളിവിടെ ശരിക്കും എല്ലാ സീസണിലും വന്നിട്ടുണ്ട് കേട്ടോ. സ്പ്രിങ്ങിലും സമ്മറിലും ദേവന്മാർ ഓടി വരുന്നു. നമ്മുടെ നിഴൽ കണ്ടാൽ ഓടി വരും. നോക്കി എന്തണക്ക വന്ന് കീഴെ വന്ന് നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട് മേളിൽ. എന്നാ വേണ്ടേ? എന്നെ ഇരുന്നിട്ടാണോ വാ? നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളെല്ലാ സീസണിലും വന്നിട്ടുണ്ട്. വിൻ്ററിലും ഫോളിലും. ഇപ്പം ശരിക്കും ഫോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു, വിൻ്റർ തുടങ്ങുന്നു. മിനിങ്ങാന്ന് ഇവിടെ സ്നോഫോൾ ആയിരുന്നു, പക്ഷെ അതിനുള്ളതില്ല. ലൈക്ക് ഇവിടെ തറയിൽ കിടക്കാനും വേണ്ടിയിട്ടില്ല. 10 സെൻറ്റിമീറ്റർ എങ്ങാണ്ടുമായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ മഴയും ഒക്കെ പെയ്തിട്ട് ഫുള്ള് പോയി. അപ്പം നമ്മൾ സ്നോഫോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അതും കൂടെ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല, മിസ്സായി. കുഴപ്പമില്ല, നമുക്ക് ഇനിയും കിടക്കുമല്ലേ 4-5 മാസം വിൻ്റർ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വിൻ്ററിൽ നമ്മുടെ മറ്റേ ഓഫ് റോഡ് ചെയ്യുന്ന നോർമൽ ട്രയൽസ് എല്ലാം അവർ ATVക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക ഇതിന്, സ്നോ മൊബൈൽ, അതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജീപ്പുകാർക്ക് കയറാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തായാലും ആ ട്രയൽസ് എല്ലാം മിസ്സാവും ഈ ഒരു വിൻ്റർ ടൈമിൽ. പിന്നെ നമുക്ക് ആകപ്പാടെ ഉള്ളത് മിണ്ടൻ ഓഫ് റോഡ് പാർക്ക് ഉണ്ട്. അവർ വിൻ്ററിലും നമുക്ക് അലോ ചെയ്യും. അങ്ങനെയൊക്കെ നടക്കുള്ളൂ. പിന്നെ നമ്മളല്ലാതെ ബാക്ക് കൺട്രി എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോയി ക്യാമ്പ് ചെയ്യാറുണ്ട്. നോർമൽ ഓഫ് റോഡിങ് നടക്കില്ല. ക്യാമ്പിങ് വീഡിയോസ് തന്നെ ആയിരിക്കും ഞാൻ കൊണ്ടേക്ക് കുറേയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ പ്രൊവിൻഷ്യൽ പാർക്കിലുള്ള സൈറ്റുകൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ സീസണിലും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വിൻ്ററിൽ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇത് ഫ്രോസൺ ആയിട്ട് കിടക്കുവാണ്. നമ്മളിതിൻ്റെ മേലെക്കൂടെ നടക്കാറുണ്ട്. വണ്ടി കയറ്റിയിട്ടില്ല, കാരണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല. വേണമെന്ന് വെച്ചാൽ ഇറങ്ങാം, പക്ഷേ നമ്മളിവിടെ പ്രൊവിൻഷ്യൽ പാർക്കാണ്. നമ്മൾ റൂൾസ് ഒന്നും തെറ്റിക്കണ്ടല്ലോ, ഇല്ലീഗൽ പരിപാടികളൊന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറക്കാറില്ല. പക്ഷേ ഇതിനകത്ത് വണ്ടി ഇറക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടിയുടെ പാടും ഒക്കെ കിടക്കണം, ടയറിൻ്റെ മാർക്ക് കിടക്കണം കണ്ടിട്ടുണ്ട്. അങ്ങനെ ദൂരെ ഉണ്ട് ഇവന്മാർ, താറാവ്. ഇതുങ്ങൾ പോകുന്നേ ഇല്ല. ഇതേ വരുന്ന വരവുണ്ടോ? ഇപ്പം നമ്മളിവിടെ ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള വരവ് അതേ കണ്ട. നൈസ് ലാൻഡിങ്. അവർ ഭയങ്കര കമ്പനി, ഒരു രക്ഷയില്ല അച്ചോ. അപ്പം നമ്മൾ എന്തായാലും വിൻ്ററിൽ നമ്മളിവിടെ വരും. അപ്പം ഞാൻ ഫ്രോസൺ ലേക്ക് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. വേറെന്താ പറയാനുള്ളത്? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇഷ്ടം പോലെ മീനുണ്ട്.
അടുത്ത സമ്മറിൽ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ചൂണ്ടയിടാം. ഇവിടെ ഇഷ്ടം പോലെ ക്യാറ്റ് ഫിഷ് ഉണ്ട്. നമ്മൾ ഇന്നലെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കണ്ടു. അത്യാവശ്യം വലിപ്പമുള്ളതിനേയും കാണാൻ പറ്റും. രാത്രിയിൽ ഇങ്ങനെ വെട്ടമടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെട്ടമടിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓടുന്ന കാണാം. പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ നിൽക്കും കേട്ടോ. ഇവന്മാരൊരു രക്ഷയില്ല. ഇവന്മാരിങ്ങനെ എല്ലാ മറ്റേ ഇത് കടവ് പോലെ എല്ലാ സ്പോട്ടിൽ നിന്നും ആക്സസ് ഉണ്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ അത് കാണിച്ചില്ലേ, അതുപോലെ എല്ലായിടത്തും ആക്സസ് ഉണ്ട്. അപ്പോൾ അവന്മാരിങ്ങനെ മാറി മാറി എല്ലായിടത്തും നടക്കുവാന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന്. പാവം നൈസ്. ഇതേണ്ട മിനിങ്ങാന്ന് സ്നോഫോൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഐസിൻ്റെ ഒരു പീസ് കിട്ടി. ഫുൾ സ്നോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു പീസ് കിട്ടി. എനിക്ക് ഈ പെറുക്കലാണല്ലോ സ്ഥിരം പണി, അതുകൊണ്ട് കിട്ടും. കാട്ടിക്കൂടെ ഒന്ന് കയറിയാൽ മതി. കാട്ടിലൊന്നുമല്ല, നമ്മുടെ സൈറ്റ് തന്നെയാണ്. കണ്ടോ കൈ വരയ്ക്കുന്നു. അവനും പോട്ടെ അല്ലെങ്കിൽ. അപ്പം നമ്മുടെ ലാസ്റ്റ് വിറക് പീസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വിറകൊക്കെ തീർന്നു, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ റൂമുണ്ടല്ലോ, റൂം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇതാട്ടോ നമ്മുടെ ഹീറ്റർ, വീവറിൻ്റെ ഹീറ്ററാണ്. അപ്പം അത് സെറ്റ് ചെയ്ത് അകത്തിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വല്ല നൂഡിൽസോ അങ്ങനെ വല്ലതും ഉണ്ടാക്കി കഴിക്കണം. സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൊണ്ട് വയറെന്നറിയില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാനുള്ള പ്ലാനാണ്. ഹീറ്റർ ഓണാക്കി. ലൈറ്റ് ഇച്ചിരി കൂടെ കൂട്ടട്ടെ. ഞാൻ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ? ഉണ്ട്. ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ കുഴൽ. അതിപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചു. നമ്മൾ ഫുൾ ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഫുൾ സീൽഡായി. ബാക്കി എല്ലാം സീൽഡായി. നമ്മൾ സാധാരണ ഈ പോർഷൻ തുറന്ന് വെക്കാറുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടൈല് നമുക്ക് ടെയിൽ ഗേറ്റ് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം അത് നമ്മൾ സാധനം എല്ലാം വെളിയിൽ വെച്ചു. എന്നിട്ട് ഇപ്പം എന്തായാലും ഇതിനകത്ത് തണുപ്പ് പോകണമല്ലോ, ചൂട് നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കൂടെ അടച്ചു വെച്ചു. എൻ്റെ കൈ മുറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല. ചോര കണ്ടാൽ ഞാൻ നോക്കുന്നത്. തണുപ്പായതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതുണ്ടോ, ഇവിടുന്ന് എന്തോ വിറകെന്തോ എടുത്തപ്പോഴായിരിക്കും ഇവിടുന്ന് ആ സാധനം കീറി മേളിലോട്ട് പോയി. അയ്യോ, കറക്റ്റ് നല്ല വിരൽ. ഇതിനി ഇവിടുന്ന് ഓക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണല്ലോ വീട്ടിൽ നമ്മളിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ലായിരിക്കും. കൈയൊക്കെ ഫുള്ള് കച്ചറയാണേ, കണ്ട ഫുള്ള് ഡ്രൈ ആയി. ഞാൻ ഹാൻഡ് ക്രീമൊന്നും എടുത്തിട്ടില്ല. ഫുള്ള് കച്ചറ, അത് ബ്ലഡാണ് ഇതിലെല്ലാം പറ്റിയിരിക്കുന്നത്. അയ്യോ, നാളെയൊക്കെ നല്ല സുഖമായിരിക്കും. ഗൈസ്, നമുക്കിവിടെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഒരു ചിലവും ഇല്ലാതെ പുക വലിക്കാം. കണ്ടോ? നമ്മളപ്പം കുറച്ച് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ നമ്മൾ ചില്ല് ചെയ്തു. നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരാഗ്രഹമാണ് ഇറങ്ങി അങ്ങ് പോയേക്കാം അങ്ങനെ. അപ്പോൾ അങ്ങനെ വന്നതാണ്. സോ നമ്മൾ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേനും വീട്ടിൽ ചെല്ലാവുന്ന പോലെ ഇറങ്ങുക. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തു, റൂമൊക്കെ കയറ്റി. ഇപ്പോൾ ടെൻറ്റും കൂടെ അടച്ചാൽ മതി. വേറെന്താ, ഇന്നിനിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരെ പോവും. നമുക്കപ്പോൾ ഇവിടെ ഫയറൊക്കെ ഏകദേശം
ഇതിനകത്ത് കുഴപ്പമില്ല, ഈ സമയത്ത് വലിയ കുഴപ്പമില്ല. ഈ പിറ്റും കൂടെ ഉള്ളത് കൊണ്ട് തീ കെടുത്തണം എന്നില്ല. പക്ഷെ നമ്മളൊന്ന് കുത്തി ഒന്ന് ഇളക്കിയിട്ടിട്ട് പോവും. ഇനി പിടിക്കാൻ വേണ്ടി അതിനകത്ത് വേറെ ഒന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എനിവേ നമ്മൾ ഏകദേശം എല്ലാം പാക്ക് ചെയ്തു. ഇവിടുന്ന് പതുക്കെ വിടുക. ഇനിയിപ്പം അറിയില്ല, പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും നമുക്ക് കാണിക്കാനുണ്ടെന്ന് തോന്നിയാൽ ഞാൻ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ വൈൻഡപ്പ് വീഡിയോ ആയിട്ട് പരിഗണിക്കേണ്ടതാണ്. ഓക്കെ, ബൈ.